ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നെത്തിയിരിക്കുന്ന ഒരു അടിപൊളി ചൂരമീൻ തലക്കറി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചൂരമീൻ തലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനു മുന്നേ ആദ്യമായി നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നമ്മുടെ മീൻ തല നമുക്കൊന്ന് ക്ലീൻ ആക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കതിലേക്ക് കുറച്ചധികം ചെറിയുള്ളിയും 3 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 കഷ്ണം പുളി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കറിയിലേക്കുള്ള പൊടികളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനായി ഞാനിവിടെ ഒരു 2 സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. കൂടാതെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇവ 3ഉം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കലടപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. ശേഷം ഉലുവ ഇട്ട് കൊടുത്തു. ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയെല്ലാം. ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളോട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പൊടിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ തക്കാളിയോട് ചേർത്ത് കൊടുക്കാം. തക്കാളിയോട് ചേർത്തതിന് ശേഷം അതുകൂടി ഒന്ന് വഴണ്ട് വരണം. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1.5 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ തലയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ തലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ആയാലും കപ്പയുടെ കൂടെ ആയാലൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.